അമ്മ ചന്തയിൽ പോയി വന്നപ്പോൾ കയ്യിലൊരു പൊതിക്കെട്ട് കണ്ടതും അപ്പുവിന് അത് അഴിച്ചൊന്ന് കാണണം. അവൻ പൊതിക്കെട്ടിൽ തൂങ്ങിയാടി. ഇതെന്താ ഇതിൽ, എന്നെ കാണിക്കോ? ഇനിയിപ്പോൾ ഇത് അഴിക്കാനൊന്നും വയ്യ, മുത്തശ്ശിക്ക് കൊടുക്കാനുള്ള 1.5 സന്ധ്യയ്ക്ക് മുമ്പ് അമ്മ തെത്താനുള്ളതാ. അമ്മ അപ്പുവിനെ തള്ളി മാറ്റാൻ നോക്കി. ചെക്കനുണ്ടോ വിടുന്നു? ഒന്ന് തുറന്ന് കാണിച്ചേക്ക് ചേച്ചി, കുഞ്ഞല്ലേ അവൻ. രമണിച്ചിട്ട വക സപ്പോർട്ട്. അപ്പു പിടിവിട്ട് നിലത്തിറങ്ങി ഞെളിഞ്ഞു നിന്നു. അമ്മ പൊതി തുറന്നു. നല്ല ഇഴയടുപ്പമുള്ള ചുട്ടിക്കാരൻ 1.5 മുത്തശ്ശി പതിവായി അടിയിൽ ഉടുക്കുന്ന തരം. ഉടനെ അപ്പുവിനത് നിവർത്തി കാണണം. രമണിച്ചിട്ട 1.5 നിവർത്തി. നീയായി ഇവനെ ഇങ്ങനെ വഷളാക്കുന്നത്. അമ്മ 1.5 മുണ്ട് രമണിയെ ഏൽപ്പിച്ച് അകത്തേക്ക് പോയി. ഹായ്, നല്ല മുണ്ട്. അപ്പു തുള്ളിച്ചാടി. എന്നെ ഇതൊന്ന് ഉടുപ്പിക്കുമോ? പോടാ. രമണിച്ചിട്ട് അവൻ്റെ ചന്തിയിലൊരു പെടപടച്ചു. ചെക്കനുണ്ടോ വിടുന്നു? അവന് അത് ഉടുത്തേ പറ്റൂ. ഞാഞ്ഞൂല് പോലുള്ള അവന് ആ 1.5 മുണ്ട് ഒരു 1.5 മുണ്ടായിരുന്നു. അഴിഞ്ഞു പോകാതിരിക്കാൻ തുണി പൊതിഞ്ഞുകൊണ്ട് വന്നപ്പോൾ കിട്ടിയ ചാക്കുനൂലിട്ട് രമണിച്ചിട്ട അവൻ്റെ അരയിലൊരു കെട്ടും കൊടുത്തു. 1.5 മുണ്ടുടുത്ത് അപ്പു വണ്ടി രമണിച്ചിട്ടയ്ക്ക് ചുറ്റും സർവീസ് നടത്തി. അവിടുന്ന് മുറ്റത്തേക്കും. മുറ്റത്ത് അതാ നിൽക്കുന്നു പാറക്കുട്ടി, നന്ദിനി പശുവിൻ്റെ ന്യൂബോൺ ബേബി, അപ്പുവിൻ്റെ കളിക്കൂട്ടുകാരി. അവൾ 1.5 മുണ്ടുടുത്ത അപ്പുവിൻ്റെ വരവ് കണ്ട് തലയും കുലുക്കി ഓടിയെത്തി. അവൻ്റെ മുമ്പിൽ യുദ്ധസന്നദ്ധയായി നിന്നു. കാലുകൾ മുമ്പോട്ട് ആഞ്ഞ് തല താഴ്ത്തി ഉന്നം പിടിച്ച് ഇപ്പോൾ നിന്നെ കുത്തും എന്ന മട്ടിലാണ് അവളുടെ നിൽപ്പ്. താഴ്ത്തി വച്ച തലയിൽ അപ്പു കാൽമുട്ടുകൾ ചേർത്ത് വച്ച് ഒരു തള്ളു കൊടുത്തു. അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. കിടാവിനെ കുത്ത് പഠിപ്പിക്കരുത് അപ്പു എന്ന അമ്മ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ആര് കേൾക്കാൻ? അപ്പു തള്ളിയതിൻ്റെ ഇരട്ടി ആക്കത്തിൽ പാറു തല വെച്ച് മുമ്പോട്ട് കുത്തി. അപ്പു മത്സരിച്ച് തള്ളി. തള്ളും കുത്തും മുറുകി. പാറുകുട്ടിക്ക് ആവേശമായി. ആവേശം കൂടിയപ്പോൾ പാറുകുട്ടിയുടെ തല അപ്പുവിൻ്റെ മുട്ടുകൾക്കിടയിലൂടെ അകത്തേക്കായി. കാലുകൾ അകന്നുപോയ അപ്പു ബാലൻസ് തെറ്റി മുമ്പോട്ട് വീണത് പാറുവിൻ്റെ മുതുകിൽ. തലയിൽ മൂടിക്കിടന്ന 1.5 മുണ്ട് കാരണം പാറുവിന് കണ്ണ് കാണാണ്ടായി. അവൾ മുതുകത്ത് വീണ് കിടന്ന അപ്പുവിനെ കുടഞ്ഞിടാൻ നോക്കി. വീഴാതിരിക്കാൻ അപ്പു അവളുടെ വയറ്റത്ത് ചുറ്റിപ്പിടിച്ചു. കണ്ണ് കാണാതെ ഭ്രാന്ത് പിടിച്ച പാറുകുട്ടി എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞു. മുറ്റത്തെ റോസാ ചെടിയിലും ആട്ടുകല്ലിലും ചെന്നിടിച്ചു. അപ്പു വലിയ വായില നിലവിളിച്ചു. പിടിവിട്ട് നിലത്ത് വീണാൽ പാറുവിൻ്റെ ചവിട്ട് കിട്ടും. പുറത്തുനിന്നും പിടിവിടാതെ അപ്പു അള്ളി പിടിച്ചു കിടന്നു. 1.5 മുണ്ട് മുഖംമൂടി പോലെ പാറുവിൻ്റെ കാഴ്ച മറച്ചു. അവൾ മ്രേ എന്ന് കരഞ്ഞുകൊണ്ട് മുറ്റത്ത് നിന്ന് പറമ്പിലേക്ക് പാഞ്ഞു. അപ്പുവിൻ്റെ കരച്ചിൽ ഉച്ചസ്ഥായിയിലായി. രമണിച്ചിട്ട പാഞ്ഞെത്തി. പാറുണ്ടോ പിടികൊടുക്കുന്നു. ഈ ചെക്കനും കിടാവും. രമണി കയ്യിൽ കിട്ടിയ മുട്ടൻ വടിയുമായി പിന്നാലെ പാഞ്ഞു. പിടികൊടുക്കാതെ പാറു. ബഹളം കേട്ട് അമ്മ മുറ്റത്തേക്ക് ഓടിയിറങ്ങി. അപ്പുവുമായി പായുന്ന പാറുവിനെ കണ്ട് അലമുറയിട്ടു. അയൽപ്പക്കംകാർ ഓടിക്കൂടി. സംഭവം കണ്ട് പിന്നാലെ പാഞ്ഞു കുറേ പേർ. പറമ്പ് മുഴുവൻ ഓട്ടപ്രദക്ഷിണം നടത്തിയ ശേഷമാണ് അല്പം തളർന്നപ്പോൾ പാറു വേഗം കുറച്ചത്. അടുത്തിടെ അണിയിച്ച ചെറിയ ചരടിൻ്റെ കഷ്ണം പാറുവിൻ്റെ കഴുത്തിലുണ്ടായിരുന്നത് ഭാഗ്യം. രമണി അതിൽ പിടുത്തമിട്ടു. അങ്ങനെ പാറു എക്സ്പ്രസ് ഓട്ടം നിർത്തി. കാറിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അപ്പു ചിറ്റയുടെ തോളിലേക്ക്. തോളിൽ തളർന്നു കിടന്ന് വിതുമ്പിയ അപ്പുവിനെ വലിച്ചിറക്കി താഴെ നിർത്തി അമ്മ ഒരൊറ്റ അടി. രണ്ടാമതൊന്ന് പൊട്ടും മുമ്പേ അവൻ ചിറ്റയുടെ പിന്നിൽ അഭയം പ്രാപിച്ചു. ചാക്കുനൂല് പൊട്ടിച്ച് രമണി 1.5 മുണ്ട് അഴിച്ചെടുത്തു. പാറു പോയി മൂക്ക് കുത്തിയ എല്ലായിടത്തെയും അഴുക്കും ചെളിയും അതിലുണ്ട്. രമണി ചിറ്റയുടെ മുഖം വല്ലാണ്ടായി. ഇനി ഇത് കൊടുക്കാൻ പറ്റുമോ? അമ്മ രമണിയുടെ നേരെ കണ്ണുരുട്ടി. രമണി തല താഴ്ത്തി നിന്നു. ഇമ്മിണി ബെല്ല് 1.5 പറ്റിച്ച പണിയേ.